ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ കാതലായ ലക്ഷ്യം. അങ്ങനെയൊക്കെ പല ലക്ഷ്യങ്ങളും കാര്യങ്ങളുണ്ടെങ്കിലും ഇസ്ലാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മർമ്മം ഇതൊന്നുമല്ല. പിന്നെ ഏതാ ഞാൻ പഠിപ്പിക്കുന്ന മർമ്മം ഏതാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? അത് സക്കരിയ നബി അലൈഹിസ്സലാം റബ്ബിനോട് ചെയ്ത ഒരു പ്രാർത്ഥന നോക്കിയാൽ മതി. അല്ല പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. സക്കരിയ നബി റബ്ബിനോട് ചെയ്ത സൂറത്ത് മറിയം ഉദ്ധരിക്കുന്ന ഒരു പ്രാർത്ഥന, മറിയമിലൂടെ അല്ലാഹു തആല പറയുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്, സക്കരിയ നബിയുടെ പ്രാർത്ഥന. ഈ പ്രാർത്ഥന തന്നെയാണ് ഇതിന്റെ കാതൽ. നമ്മൾ തന്നെ അനുഭവിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. വരദാനമായി കിട്ടിയപ്പോൾ അതിന്റെ വില നമുക്ക് അറിയില്ല. അതാണ് ഈ ദാമ്പത്യ ജീവിതത്തിലെ മെയിൻ ഘടകം. ഏതാത്? വഇന്നീ ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറാ ഫഹബ് ലീ മിൻ ലദുൻക വലിയാ. ഒരു പ്രവാചകന്റെ പ്രാർത്ഥന, സക്കരിയ നബി എന്ന പ്രവാചകൻ. ഏത് പ്രവാചകനാ? ഏതൊരു സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ടുവോ ആ സമുദായത്തിന്റെ കൈകൊണ്ട് അറുംകൊല ചെയ്യപ്പെടാൻ വിധിക്കപ്പെട്ട മഹാനായ പ്രവാചകൻ, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം. ചെറിയ പണിയല്ല. പക്ഷെ ആ സമയത്ത് എല്ലാം സഹിച്ചു നിന്ന ഒരു മഹാൻ ദുനിയാവിന്റെ വലിയൊരു സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് വിശുദ്ധ ഖുർആൻ പറയേ, ഇസ്മതുഹും കസാഇരിൽ മലായിക വാജിബതും വഫളലുൽ മലായിക അലൈഹിമുസ് സ്വലാത്തു വസ്സലാമു വാലിഹിം മാദാമത്തിൽ അയ്യാമൂ. എന്റെ പെങ്ങളെ, ഇസ്ലാം പഠിപ്പിക്കുന്ന ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും പ്രഥമമായ, ഏറ്റവും സുന്ദരമായ, ഏറ്റവും അനുഗ്രഹീതമായ ലക്ഷ്യം എന്തെന്ന് എന്റെ പെങ്ങൾക്ക് കേൾക്കണോ? വഇന്നീ ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറാ ഫഹബ് ലീ